ഉച്ചക്കലുള്ള ഊണ് കഴിക്കുമ്പോൾ നമ്മൾ വിദേശത്തൊക്കെ പല രാജ്യക്കാരുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചില മലയാളികൾക്കുണ്ടൊരു ചോറുണ്ണൽ. അത് ഇതര രാജ്യക്കാർ കാണുമ്പോൾ അവർക്കൊരു അറപ്പ് ഉപയോഗിക്കൽ. കാരണം വിരലിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഉള്ള ചോറൊക്കെ ഉള്ള തൂറ്റി കിളിമ്പിയിട്ടൊരു തിന്നണ കോലം കാണുമ്പോൾ ചില നാട്ടുകാരൊക്കെ നമ്മളെ പരിഹസിക്കലുണ്ട്, മലയാളികളെ ചോറ് തിന്നതിനെ പറ്റിയിട്ടൊക്കെ. അതും നമ്മൾ അനുഭവിച്ചതാണ്. പല പ്രവാസികൾക്കും അറിയാം. ഒരു പാക്കറ്റ് 4 വരും, അതുപോലെ അത് മതിയല്ല. ഒരു മാറ്റമൊക്കെ ചില ദിവസങ്ങളാവാം. ആ കാലത്ത് 4 മണിക്കൊക്കെ എണീച്ചിട്ട് ചോറുണ്ടാക്കിയിട്ട് ജോലി സ്ഥലത്തേക്ക് കയറിപ്പോയ കാലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? അപ്പോൾ ഇടയ്ക്കൊക്കെ കുബൂസും ആവാം. പ്രവാസിയായി ജീവിച്ചവർക്ക് ഇതൊരു പുതുമയല്ല. കുബൂസ് എല്ലാ ദിവസവും പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തിയ എല്ലാ ദിവസവും നമ്മൾ ചോറൽ തിന്നുക, മുട്ടച്ചാവൽ, ഇടയ്ക്കൊക്കെ കുബൂസും ആകാം. എന്നാൽ റൂമിൽ അടിപൊളിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് തിന്നണ അനുഭവങ്ങളും കാണാം. അതും നമ്മൾ അനുഭവിച്ചതല്ലേ. അപ്പോൾ കമ്പനികളിലൊക്കെ കഷ്ടപ്പാടുകളുമൊക്കെ കണ്ട് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ കണ്ടിട്ട് നമ്മൾ ചില റൂമിലൊക്കെ പോയാൽ അടിച്ച് പൊളിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ തിന്നണമാകുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നും. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ല നല്ല ജോലിയൊക്കെ ആവും. അതുവരെ ക്ഷമിച്ച് കിട്ടുന്ന ജോലിയെടുത്ത് കഷ്ടപ്പാടുകൾ നേരിടും. ആരും ഗൾഫ് രാജ്യത്ത്, പ്രവാസ രാജ്യത്ത് കഷ്ടപ്പെടാത്തവരുണ്ടായിട്ടില്ല. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.